തൃശൂർ ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ ഒരു പ്രതിപിടി. നെന്മിനി സ്വദേശി പ്രഗിലേഷിനെ മുംബൈയിൽ നിന്നാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പിടികൂടിയത്. ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയത്. ഇനി ഒരു കൊള്ളപ്പലിശക്കാരൻ കൂടി കേസിൽ പിടിയിലാകാനുണ്ട്. കൊള്ളപ്പലിശക്കാരുടെ നിരന്തര ഭീഷണിയിലും അപമാനിക്കലിലും മനംനൊന്താണ് മുസ്തഫ ജീവനൊടുക്കിയത്. ഇതിനു പിന്നാലെ കൊള്ളപ്പലിശക്കാർക്കായി അന്വേഷണം ഊർജിതമായിരുന്നു. പ്രഗിലേഷിനെയും കണ്ടാണിശ്ശേരി സ്വദേശി ദിവേകിനെയും പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തത്. ഇരുവർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിരുന്നു. ഇതിനു പിന്നാലെ ഒളിവിൽ പോയ പ്രതികളുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തുകയും സാമ്പത്തിക രേഖകളും ആധാരങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അന്വേഷണം തുടരുന്നതിനിടെയാണ് പ്രഗിലേഷ് മുംബൈയിൽ ഒളിവിൽ താമസിക്കുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത്. 12 ലക്ഷം രൂപയാണ് ഇവരിൽ നിന്നും മുസ്തഫ കടം വാങ്ങിയത്. വീട് വയ്ക്കുന്നതിനായി വാങ്ങിയ സ്ഥലമടക്കം 40 ലക്ഷം രൂപ പ്രഗിലേഷിനും 18 ലക്ഷം രൂപ ദിവേകിനും മുസ്തഫ തിരികെ നൽകി. എന്നാൽ ഇവർ വീണ്ടും ഭീഷണി തുടർന്നതോടെയാണ് മുസ്തഫ ഇരുവരുടെയും പേരെഴുതി വെച്ച് ജീവനൊടുക്കിയത്. മുംബൈയിൽ നിന്നും പിടികൂടിയ പ്രഗിലേഷിനെ ഉടൻ നാട്ടിലെത്തിക്കുമെന്നും ദിവേകിനായി അന്വേഷണം തുടരുകയാണെന്നും ടെമ്പിൾ പോലീസ് അറിയിച്ചു. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.